നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി ജാഗ്രതയോടെ ഇരിക്കണം. സൗദി അറേബ്യ കടുപ്പിച്ചു തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാജ്യത്ത് നിയമം ലംഘിച്ച് താമസിക്കുന്നവരെയും അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും അവർക്ക് കൂട്ടുനിൽക്കുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള സുരക്ഷാ ഏജൻസികളുടെ പരിശോധന സൗദിയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 15,910 പേരെയാണ് സംയുക്ത സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് വിസ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 9 മുതൽ ജൂൺ 16 വരെയുള്ള കാലയളവിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇത്രയേറെ പേർ പിടിയിലായതെന്ന് അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായവരിൽ 9,784 പേർ റെസിഡൻസി വിസ നിയമങ്ങൾ ലംഘിച്ചവരും 3,983 പേർ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവരുമാണ്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 2,243 പേരും അറസ്റ്റിലായി. രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ 266 പേരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇവരിൽ പകുതി പേരും എത്യോപ്യക്കാരാണ്. 41% പേർ യമനികളും 10% പേർ മറ്റ് രാജ്യക്കാരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച 57 പേരും പിടിയിലായിട്ടുണ്ട്. താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെയും രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചവരെയും സഹായം ചെയ്ത 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. രാജ്യത്ത് 73,039 പേരാണ് വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നടപടിക്രമങ്ങൾ കാത്തുകഴിയുന്നത്. അതിൽ 69,595 പേർ പുരുഷന്മാരും 3,444 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 60,027 നിയമലംഘകരെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അവരുടെ എംബസികളിലേക്ക് റഫർ ചെയ്തു. 12,882 നിയമലംഘകരെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. നിയമലംഘകർക്ക് ഏതെങ്കിലും രീതിയിൽ കൂട്ടുനിൽക്കുകയോ അവർക്ക് താമസ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായി അവരെ താമസിപ്പിച്ച വീടും യാത്രയ്ക്കായി ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്യും. കൂടാതെ വ്യാജ ഹജ്ജ് പെർമിറ്റുകൾ വിൽപ്പന നടത്തിയ 27 വിദേശികളെ പോലീസ് പിടികൂടിയതായി പബ്ലിക് സെക്യൂരിറ്റി വിഭാഗം അറിയിച്ചിട്ടുണ്ട്. താമസ തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വ്യാജ ഹജ്ജ്, ഉംറ പെർമിറ്റുകൾ വിതരണം ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. റിയാദിലെ 4 കേന്ദ്രങ്ങളിലും അൽ ഖാസിമിലെ 2 വ്യാജ ഹജ്ജ് പെർമിറ്റുകളെ കുറിച്ച് പരസ്യങ്ങൾ നൽകുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്ത 11 ഈജിപ്തുകാർ, 10 സിറിയക്കാർ, 2 പാകിസ്ഥാനികൾ, 2 സുഡാനികൾ, 1 യമനി, 1 ബംഗ്ലാദേശി എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.